സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയുണ്ടായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ സ്വയം വിമർശനപരമായി ഇത് സമ്മതിച്ചു. സംസ്ഥാന കമ്മിറ്റിയും അത് ആ രീതിയിലാണ് കാണുന്നതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവന തള്ളിപ്പറയാത്തത് പോരായ്മയായെന്നും CPM വിലയിരുത്തുന്നു. മുസ്ലിം വിരുദ്ധ പ്രസ്താവന തള്ളിപ്പറഞ്ഞില്ലെന്ന അവബോധം മുസ്ലിം സമുദായത്തിലുണ്ടായിരുന്നു. അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തിരിച്ചടിയായെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. പയ്യന്നൂരിന്റെ കാര്യത്തിൽ കുറേയും കൂടി ആഴത്തിലുള്ള പരിശോധനയും ആവശ്യമായ വിഭാഗീയമായ പ്രശ്നങ്ങൾ അവിടെ രൂപപ്പെട്ടു വന്നതാണ് പരാജയത്തിന്റെ കാരണം. സ്ഥാനാർത്ഥിത്വത്തിന് മാത്രമല്ല, അത് വെച്ച് വളരെ ഗൌരവമുള്ള പരിശോധന വേറെ നടത്തേണ്ടിയിട്ടുണ്ട് എന്നാണ് പാർട്ടി. ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയാണല്ലോ സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. അവരാണ് അത് സംബന്ധിച്ച് സ്വയം വിമർശനം നടത്തി സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ജില്ലാ കമ്മിറ്റിയുടെ ആ നിഗമനത്തെ അംഗീകരിക്കുകയും ആ സ്വയം വിമർശനം നടത്തുകയും ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ വ്യക്തിപരമായിട്ട് എനിക്കോ മറ്റാർക്കെങ്കിലുമോ അല്ല, സംഘടനയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ആ സ്വയം വിമർശനം നടത്തുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധമായ പരാമർശത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ശക്തിയായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം പറഞ്ഞാലും അതിനേക്കാളെല്ലാം ശക്തിയായിട്ട് വന്ന ആശയ മുൻകൈ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിട്ടുള്ള ഈ മുസ്ലിം വിരുദ്ധ പ്രചാരവേലക്ക് ഞങ്ങൾ വേണ്ടത്ര മറുപടി പറഞ്ഞില്ല എന്ന ആശയമാണ് മുൻകൈയിൽ വന്നത്. അതായിരുന്നു ഞാൻ ചൂണ്ടിക്കാണിച്ചത്. തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ മന്ത്രി ഈ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം, ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊന്നുമല്ല, വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന വർഗീയമായ ഒരു നിലപാടിനോടും CPIM-ന് യോജിപ്പില്ല. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ തന്നെ പറഞ്ഞു. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിന് ശേഷമാണ് ഈ സംഭവം. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഘട്ടത്തിലെല്ലാം നവോത്ഥാന മൂല്യത്തിന് പിന്തുണയും വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഏത് സന്ദർഭത്തിലായാലും ആരായാലും അതിന് ഒരു തരത്തിലുള്ള പിന്തുണയും ഞങ്ങൾ നൽകുന്ന പ്രശ്നമില്ല. അതല്ലേ പറഞ്ഞത്. ഇപ്പോൾ അതല്ലേ ഞങ്ങൾ സ്വയം വിമർശനപരമായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 മണ്ഡലങ്ങളിൽ BJP UDF-ന് വോട്ട് മറിച്ചു എന്നൊരു ആരോപണവും CPM മുന്നോട്ട് വെക്കുകയാണ്. ചില മണ്ഡലങ്ങളിൽ UDF BJPക്ക് വോട്ട് മറിച്ചു. 3 സീറ്റ് കിട്ടിയിട്ടും BJP വോട്ടിൽ 6% കുറവുണ്ടായി. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രേരണയിലാണ് എന്തുകൊണ്ട് പിണറായി വിജയനെ പ്രേരണയിലാണ് ഇതുണ്ടായതെന്നാണ് ആരോപണം. അതോടൊപ്പം തന്നെ പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രേരണയാലാണ് എന്ന കാര്യം കൂടി ഇന്ന് MV ഗോവിന്ദൻ സൂചിപ്പിക്കുകയാണ്. ഇന്ത്യ കൂട്ടായ്മയുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ഇക്കാര്യം പറഞ്ഞു എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് MV ഗോവിന്ദൻ ആ വിമർശനം ഉന്നയിച്ചത്. ഏതാണ്ട് 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDF-ന് നൽകുകയും ചില മണ്ഡലങ്ങളിൽ UDF-ന് അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് കാണുന്ന ചില മണ്ഡലങ്ങളിൽ അവർ BJPക്ക് വിജയിക്കാൻ വോട്ട് നൽകുകയും ചെയ്യുന്ന ഒരു UDF BJP ഡീൽ ഞങ്ങൾ കണ്ടു. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേരളത്തിൽ വന്നിട്ട് CPM-നെതിരായിട്ട് പ്രസംഗിച്ചത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പ്രസംഗിച്ചത് എന്തുകൊണ്ട് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തക്ക രീതിയിലാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രേരണയിലാണ് രാഹുൽ ഗാന്ധി പിണറായിക്കെതിരായും കേന്ദ്ര ഏജൻസികൾ ഇടപെടണം എന്ന ആവശ്യവും ഡീലിന്റെ പ്രശ്നവും എല്ലാം പറഞ്ഞതെന്ന് ഇന്ത്യ കൂട്ടായ്മയുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്.
പ്രാദേശിക നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ ാണ് ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്റെ പ്രസ്താവനകൾ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇന്നലെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ജോൺ ബ്രിട്ടാസ് എം പി ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഇന്ത്യ സഖ്യ യോഗത്തിൽ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത് എന്ന റിപ്പോർട്ടുകളാണ്. അതാണ് ഇപ്പോൾ എം വി ഗോവിന്ദനും ഉദ്ധരിക്കുന്നത്. എന്തായാലും തെറ്റുകൾ ഏതൊക്കെ എന്നത് CPM കണ്ടെത്തിയിരിക്കുകയാണ്. തെറ്റ് തിരുത്തൽ നടപടികൾ കൂടി വേണം. അതിന് പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് കൂടി CPM തയ്യാറെടുക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം തേടും. വാട്സ്ആപ്പ് നമ്പർ വഴിയും ഇമെയിൽ വഴിയുമൊക്കെ എല്ലാവർക്കും അഭിപ്രായം അറിയിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു പരാജയം മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ വലിയ തിരിച്ചടിയാണ് LDF-നുണ്ടായത് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ആ കാര്യം തന്നെയാണ് റിവ്യൂവിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ കണ്ടത്. ഇങ്ങനെയുള്ളൊരു പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാവുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സ്വയം വിമർശനം ഞങ്ങൾ അംഗീകരിച്ചു. നിർമ്മാണ മേഖലയുൾപ്പെടെയുള്ള പരമ്പരാഗത മേഖലയിൽ ജനങ്ങളുടെ ചില പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാനായിട്ടില്ല എന്ന പ്രശ്നം താഴെ ചർച്ച ചെയ്യുമ്പോൾ ശക്തിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അത് ജനങ്ങളിലുണ്ടാക്കിയ അസംതൃപ്തി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യവും റിവ്യൂവിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടു. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അവലോകനം അതൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന സമിതി യോഗത്തിനും ശേഷം എം വി ഗോവിന്ദൻ വിശദീകരിച്ചത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം VVA അരുൺ കൂടി ചേരുകയാണ്. അരുൺ, താഴെത്തട്ടിൽ ഉൾപ്പെടെ ശക്തമായ വിമർശനം നേതൃത്വത്തിനെതിരെ പോലും ഉയർന്നിരുന്നു. പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒപ്പം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ എം വി ഗോവിന്ദനെതിരെയും വ്യക്തിപരമായി തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. നിർഭയമായി എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സാഹചര്യങ്ങൾ കൂടി ഒരുക്കിക്കൊണ്ടാണ് ഈ തെറ്റുതിരുത്തൽ പ്രക്രിയ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള പഠനം CPM നടത്തിയത്. ഇപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കാര്യങ്ങളാണോ പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചത്, അതോ നേതൃത്വത്തിനൊരു സംരക്ഷണം ഇപ്പോഴും ഒരുക്കുന്നുണ്ടോ? ഏറെക്കുറെ വിമർശനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പ്രതികരണമാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിരൂക്ഷമായ വിമർശനങ്ങൾ ഏരിയ തലം വരെ CPM നേതാക്കൾക്കെതിരെ, അത് മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അതുപോലെ സംസ്ഥാന സെക്രട്ടറിക്കും അടക്കം എതിരെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഏതെങ്കിലും വ്യക്തിയുടെ ഒരു പോരായ്മയല്ല, കൂട്ടായ ഉത്തരവാദിത്തം, സംസ്ഥാന നേതൃത്വത്തിന് കൂട്ടായ ഉത്തരവാദിത്തമുണ്ട് പരാജയത്തിലെന്ന വിലയിരുത്തലാണ് CPM സംസ്ഥാന കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശൻ തള്ളിപ്പറയാൻ കഴിയാത്തത് വലിയ തിരിച്ചടിയായെന്ന വലിയ വിലയിരുത്തൽ CPM-ന്റെ എല്ലാ ഘടകങ്ങളിലും ഉണ്ടായി. അത് CPM സംസ്ഥാന നേതൃത്വവും അംഗീകരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശം നടത്തിയതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി തുറന്നു പറയുന്നു, സമ്മതിക്കുന്നു. അത് നേരത്തെ എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്, നേരത്തെയുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ്. നേരത്തെ ഒരു ഘട്ടത്തിലും ഇന്ന് അങ്ങനെ തള്ളിപ്പറഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോഴും എം വി ഗോവിന്ദനോ പിണറായി വിജയനോ വെള്ളാപ്പള്ളിയെ പൂർണ്ണമായി തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇന്ന് വളരെ വ്യക്തമായി തന്നെ വെള്ളാപ്പള്ളി നടേശൻ തള്ളിപ്പറയുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വർഗീയമായ പരാമർശം നടത്തിയതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. സംസ്ഥാന സമിതിയിൽ വെള്ളാപ്പള്ളിക്കെതിരെ വിമർശനം ഉയർന്നു വന്നിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ശരിയായില്ല എന്ന നിലപാട് ഇന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ്. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞതിന്റെ ഊക്ക് കുറഞ്ഞുപോയി എന്ന സംസ്ഥാന സമിതിയിൽ വിമർശനം വന്നു എന്നാണ് എം വി ഗോവിന്ദൻ ഇന്ന് വ്യക്തമാക്കിയത്. വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതി ഒഴിവാക്കേണ്ടിയിരുന്നു. അതായത് ഒരു വശത്ത് അദ്ദേഹം ഈ നവോത്ഥാന സമിതിയിലെ പ്രധാനിയായിരുന്നു, അതേസമയം തന്നെ ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തുകയും ചെയ്തു. അത് ശരിയായില്ല എന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. അത് അംഗീകരിക്കുകയാണ് CPM-ന്റെ വെള്ളാപ്പള്ളി വിഷയത്തിൽ CPM-ന്റെ ഒരു കുറിപ്പ് ഇറങ്ങുമ്പോൾ അതിൽ വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് പോലും പരാമർശിക്കാത്ത തരത്തിൽ അതിന് തള്ളിപ്പറയുന്ന ഒരു പ്രസ്താവനയാണ് CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനും അപ്പുറം നേതാക്കൾ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ
വെള്ളാപ്പള്ളിയെ സദസ്സിലിരുത്തി പുകഴ്ത്തി സംസാരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ അതിലൊക്കെയും ആ തെറ്റ് സമ്മതിക്കുന്നുണ്ടോ? ഇന്ന് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ, മാധ്യമങ്ങൾ ഉപചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് സമ്മതിക്കാൻ സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ആദ്യം അദ്ദേഹം അതിൽ വ്യക്തതയില്ലാത്ത മറുപടിയാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവന തള്ളിപ്പറഞ്ഞില്ലെന്ന അവബോധം മുസ്ലിം സമുദായത്തിന് ഇടയിൽ ഉണ്ടായിരുന്നു. ആ സംശയം ദൂരീകരിക്കുന്നതിൽ പോരായ്മ ഉണ്ടായെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ പിന്നീട് ഉപചോദ്യങ്ങൾ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അത് തള്ളിപ്പറഞ്ഞു. വെള്ളാപ്പള്ളി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെ CPM സംസ്ഥാന സെക്രട്ടറിക്ക് തുറന്നു പറയേണ്ടി വരുന്നു. നേരത്തെ സംസ്ഥാന സമിതിയും ചർച്ചകളും അങ്ങനെയാണ്. വെള്ളാപ്പള്ളിയെ തള്ളിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ട്. പക്ഷെ അത് അങ്ങനെ പോരാ, അതിശക്തമായി തന്നെ തള്ളിപ്പറയണം. അതാണ് MV ഗോവിന്ദ് പറഞ്ഞ ഒരു വാക്ക്. അങ്ങനെയാണ് വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞതിന്റെ ഊക്ക് കുറഞ്ഞുപോയി, അങ്ങനെ ആയിരുന്നില്ല പറയേണ്ടതെന്ന അഭിപ്രായം സംസ്ഥാന കമ്മിറ്റി ഉയർന്നു വന്നു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും തള്ളുകയാണ് CPM. അദ്ദേഹം മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തി. അത് മുസ്ലിം സമുദായത്തിന്റെ വലിയ അവമതിപ്പ്, സംശയം CPM-നെതിരെ ഉണ്ടായി. അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM തുറന്ന് സമ്മതിക്കുകയാണ്. മറ്റൊന്ന്, തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥിത്വമാണ്. അവിടെയും വീഴ്ചയുണ്ടായി. പക്ഷേ അത് കണ്ണൂർ ജില്ലാ ഘടകത്തിനാണ് അവിടെ വീഴ്ചയുണ്ടായത്. ആ വീഴ്ച അവർ സംസ്ഥാന സമിതിയിൽ സ്വയം വിമർശനപരമായി ഏറ്റുപറഞ്ഞു. സംസ്ഥാന സമിതിയും അത് ശരിവെക്കുന്നു. അവിടെ തനിക്ക് വ്യക്തിപരമായ വീഴ്ച ഉണ്ടായെന്ന് MV ഗോവിന്ദ് പറയുന്നില്ല, അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല. പകരം കണ്ണൂർ ജില്ലാ നേതൃത്വമാണ് അവിടെ സ്ഥാനാർത്ഥി നടത്തിയത്. അവർക്ക് വീഴ്ചയുണ്ടായെന്ന് അവർ തന്നെ സ്വയം വിമർശനപരമായി ഏറ്റുപറയുന്നു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് CPM ഇപ്പോഴും തുറന്നു പറയുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നില്ല. പക്ഷേ ഭരണത്തിന്റെ ഭാഗമായി പരമ്പരാഗത മേഖലയിൽ CPM-നൊപ്പം എക്കാലവും നിന്ന പരമ്പരാഗത വ്യവസായ മേഖല, കശുവണ്ടി കയർ ഉൾപ്പെടെയുള്ള പരമ്പരാഗത മേഖല, അതുപോലെ തന്നെ നിർമ്മാണ മേഖല, ഇവിടങ്ങളിലേക്കുള്ള പാർട്ടി പ്രവർത്തകർക്ക് പോലും സർക്കാരിന്റെ പ്രവർത്തനത്തിൽ അവമതിപ്പുണ്ടായിരുന്നു എന്ന കാര്യം CPM തിരിച്ചറിയുകയാണ്. അവിടെ അത്തരത്തിൽ അത് ഭരണവിരുദ്ധ വികാരമായി തന്നെ CPM ഉൾക്കൊള്ളുന്നു. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് തുറന്നു സമ്മതിക്കാൻ ഈ ഘട്ടത്തിലും CPM തയ്യാറാകുന്നില്ല. മാത്രമല്ല 10 വർഷം തുടർച്ചയായി സർക്കാർ മാറുന്നത് നല്ലതല്ലേ എന്ന ഒരു പൊതുവികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. സാംസ്കാരിക നായകരുടെ, സച്ചിദാനന്ദന്റെയൊക്കെ പരാമർശം സൂചിപ്പിച്ചുകൊണ്ട് MV ഗോവിന്ദ് പറഞ്ഞത് അത്തരത്തിലുള്ള പരാമർശങ്ങളും ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതൊരു ഇടതുപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രസ്താവന തോന്നുമെങ്കിലും വലതുപക്ഷം സഹായിക്കാനുള്ള പ്രസ്താവനയാണ്. അത്തരം കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM സമ്മതിക്കുകയാണ്. അയ്യപ്പ സംഗമം സർക്കാർ പരിപാടിയല്ല എന്ന് പലതവണ CPM നേതൃത്വം വ്യക്തമാക്കിയതാണ്. പക്ഷേ അങ്ങനെയല്ല അവിടെ ജനങ്ങൾ അതെടുത്തത്. അത് സർക്കാർ പരിപാടിയിൽ തന്നെ ജനങ്ങൾ വിലയിരുത്തി. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തിരിച്ചടിയായി. പത്മകുമാറിന്, CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അംഗം കൂടിയ പത്മകുമാറിനെ ഈ കേസ് ജയിലിലായിട്ടും പാർട്ടി പുറത്താക്കാത്തത്, നടപടിയെടുക്കാത്തത് തിരിച്ചടിയുണ്ടായി. അത് ആ ഘട്ടത്തിൽ തന്നെ പാർട്ടി തള്ളിപ്പറഞ്ഞാണെങ്കിൽ പോലും നടപടിയെടുക്കാത്തത് തിരിച്ചടിയായെന്ന് CPM വിലയിരുത്തുകയാണ്, തിരിച്ചറിയുകയാണ്. ഇപ്പോൾ തുറന്ന് പറയുകയാണ്, സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയില്ല, അതിൽ പാർട്ടിക്ക് പോരായ്മയുണ്ടായെന്ന് CPM സമ്മതിക്കുന്നു. മാധ്യമ പ്രചാരവേല, ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെയുള്ള മാധ്യമ പ്രചാരവേല പ്രതിരോധിക്കാനും പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് CPM പറയുന്നു. കോൺഗ്രസ് BJP ഡീലുണ്ടായിരുന്നു. ഇതെല്ലാം ഒരുമിച്ച് നിന്നപ്പോഴാണ് വലിയ തിരിച്ചടി ഉണ്ടായത്. ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് തിരിച്ചറിയാൻ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയാതെ പോയെന്ന സ്വയം വിമർശനപരമായ ഉൾക്കൊള്ളലും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ട്. സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്ന ചർച്ചയുടെ വികാരം തന്നെയാണ് അദ്ദേഹം ഇന്നിവിടെ പ്രകടിപ്പിച്ചത്. ശരി, എന്തായാലും തെറ്റ് തിരുത്തലിനാണ് CPM നീക്കം. അപ്പോഴും ചില കാര്യങ്ങളിൽ, അതായത് വ്യക്തികൾക്കുണ്ടായ വീഴ്ച എന്ന കാര്യങ്ങളിലേക്ക് വരുന്നില്ല, പാർട്ടിക്കുണ്ടായ വീഴ്ച എന്ന നിലയിലാണ് കാര്യങ്ങളെ കാണുന്നത്, വിശദീകരിക്കുന്നത്. അതിനുമപ്പുറം ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തുമൊക്കെ പല കോണിൽ നിന്ന് തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ച CPM അംഗീകരിക്കാത്ത പല കാര്യങ്ങളും അത് തെറ്റായിരുന്നു എന്ന് സമ്മതിക്കുന്നു പാർട്ടി നേതൃത്വം എന്നത് നമ്മൾ കാണണം. മറ്റ് തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. വെള്ളാപ്പള്ളി വിഷയത്തിലും യോഗി ആദിത്യനാഥിന്റെ കുറിപ്പ് വായിച്ചതിലും അയ്യപ്പ സംഗമത്തിലുമൊക്കെ വീഴ്ച സംഭവിച്ചു എന്ന ഒരു തുറന്ന പറച്ചിലാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിലും വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നു. അപ്പോഴും ഭരണവിരുദ്ധ വികാരം എന്നത് ഇല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മറിച്ച് വോട്ട് മറിക്കൽ UDF-ഉം BJP-യും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു ആരോപണം കൂടി ശക്തമായി ഉന്നയിക്കുന്നു CPM. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.